ഹലോ ഗായ്സ്, ഇന്നും നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കൊട്ടിയം ഡ്രീംസ് മാളിലേക്കാണ്. എന്നത്തെയും പോലെ കുട്ടിപ്പട്ടാളംസ് എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡ്രീംസ് മാളിലെത്തി. ഇന്ന് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാമെന്നുള്ളൊരു ചർച്ചകളാണ് ഈ ചേച്ചിയും അനിയത്തിയും തമ്മിൽ നടക്കുന്നത്. അതിനിടയിൽ മുത്ത് ട്രെയിൻ കണ്ടപ്പോൾ അതിൽ കയറണമെന്ന വാശിയും. അങ്ങനെ നമ്മുടെ കൺമണി മോള് അവൾക്കുള്ള സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെ ചേച്ചി ഇങ്ങനെ ഉന്തി തള്ളിക്കൊണ്ട് നടക്കുക. ചേച്ചിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴാണ് എൻ്റെ മോള് മുത്ത് അവിടെ ചോക്ലേറ്റ് ഉണ്ടത്. അപ്പോൾ അവൾക്ക് അത് വേണമെന്നുള്ള വാശിയായി. അങ്ങനെ ഞാൻ പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് നൈസിന് അങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പം കൺമണി മോള് അവൾക്കുള്ള എന്തോ സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണി അത് പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. വീണ്ടും മുത്ത് ചോക്ലേറ്റ് വേണമെന്നുള്ള വാശി തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് അവൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ പോയത് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ചെന്ന പാടെ അവളെടുത്തത് ഗാലക്സിയുടെ ഈ ഒരു ചോക്ലേറ്റ് ആയിരുന്നു. അവസാനം അവൾക്ക് ഞാൻ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ കിട്ടുന്ന ഈ ഒരു ചോക്ലേറ്റ് വാങ്ങി. അതാണ്ട് ഇപ്പോൾ കുറച്ച് സന്തോഷം വരുന്നുണ്ട്. ആഗ്രഹിച്ച ചോക്ലേറ്റ് കിട്ടിയതിൻ്റെ സന്തോഷം തന്നെയാണിത്. പിന്നീട് നമ്മൾ പോയത് പാക്കറ്റ് കേക്കിൻ്റെ സെക്ഷനിലേക്കാണ്. അങ്ങനെ അവിടുന്ന് കല്യാണി ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് എടുത്തു. അപ്പം കൺമണിക്കും മുത്തിനും സെയിം അതേ കേക്ക് തന്നെ മതി. സാധാരണ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ മുത്തിന് ഇത്തിരി ദാഹം കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ അവൾക്കൊരു മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നീട് പോയത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും മുത്തും കുറച്ച് നേരം കറങ്ങി നടന്നു. ഞങ്ങളുടെ കൂടെ കല്യാണിയും കൺമണിയും ഉണ്ട്. അതിനിടയ്ക്ക് കൺമണി എന്തോ സാധനം കണ്ടപ്പോഴത്തേക്ക് കല്യാണി എന്ന് പറയാണ് രണ്ടുപേരെയും കൂടി ഇവിടെ പിടിച്ച് കെട്ടിയിടും എന്ന് പറഞ്ഞ് ദേഷ്യം അവളങ്ങ് പോയി. അതിനിടയ്ക്ക് മുത്തും കല്യാണിയും തമ്മിൽ അടിയും കൂടി. പിന്നീട് നമ്മൾ പോയത് ജ്യൂസിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടുന്ന് ഒരു ബനാന ജ്യൂസും ഒരു ബ്ലൂബെറി ജ്യൂസും വാങ്ങി. അതിനിടയ്ക്ക് എൻ്റെ മുത്ത് ആലോചിക്കുന്നത് പ്ലാൻ ചെയ്ത എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റിയെന്നാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. മസാല ദോശയും നെയ്യ് ദോശയും അതുപോലെ ഷവർമയും ഓർഡർ ചെയ്തു. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. വരുന്നു നമുക്കുള്ള കുത്തബ് മിനാർ. അതിനിടയ്ക്ക് ചേച്ചി എൻ്റെ വീഡിയോ എടുക്കലേ എന്ന് പറഞ്ഞ് മറച്ചു വെച്ചുകൊണ്ടുള്ള വരവാണിത്. അങ്ങനെ രണ്ടുപേർക്കും ദോശ കൊടുത്തു. കഴിക്കും മുന്നേ സൂപ്പറാണെന്ന് മുത്തും പറഞ്ഞു. ഇനി ഇത് പൊളിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നതാണ്ട്. ചേച്ചിയും അനിയത്തിയും കൂടി ഇവിടെ പൊളിച്ചെടുക്കൽ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്താണ് സൈഡിൽ ഈ ഒരു വണ്ടി കണ്ടത്. അപ്പോഴത്തേക്ക് ആളുടെ സ്വഭാവം മാറി. ഈ വണ്ടിയിൽ കയറണമെന്നായി. അമ്മയ്ക്ക് കുറേ പൈസ കിട്ടുമ്പോൾ എന്നെ കയറ്റണേ എന്നൊക്കെ പറഞ്ഞ് നൈസിന് ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.